ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 76 മുതൽ 78 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 78-ാം സങ്കീർത്തനം 11-ാം വാക്യം. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു. 119-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 78. ഇസ്രായേൽ ജനതയുടെ സംക്ഷിപ്ത രൂപമാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. പിതാക്കന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മക്കളുടെ തലമുറകളോട് ഒന്നും മറച്ചു വെക്കാതെ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. കൂടെ കൂടെ വഴിതെറ്റിപ്പോകുന്ന ഇസ്രായേൽ ജനവും അവരോട് ക്ഷമിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെയുമാണ് ഈ 78-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ആസാഫിൻ്റെ ധ്യാനം എന്ന ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്യാം. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഓർമ്മകളുടെ ക്രിയാത്മകതയാണ് ഈ സങ്കീർത്തനം. ദൈവം ഓർക്കുന്നതിനെക്കുറിച്ചും മനുഷ്യർ മറന്നു പോകുന്നതിനെക്കുറിച്ചും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ 4, 5, 7, 10, 11 എന്നീ വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്വന്തം ജനത മറന്നുപോയവയെ ഓർമ്മിപ്പിച്ച് എടുക്കുകയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ചരിത്ര സംഭവങ്ങൾ മറന്നുപോകാതെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. മറവി എന്നത് മനുഷ്യ സഹജമാണ്, എന്നാൽ ഓർക്കുക എന്നത് ദൈവിക ഭാവവുമാണ്. എന്നെയും നിങ്ങളെയും മറന്നു പോകാത്ത ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. അവൻ നമ്മെ മറന്നുപോയാൽ നമ്മുടെ സ്ഥാനം ഇന്ന് എവിടെയായിരിക്കും? ഈ ദൈവത്തെ എപ്പോഴും ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? 103-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന്. ഈ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എന്നും ഓർത്തിരിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പുകളുടെ ആവിഷ്കാരമാണ് ഈ സങ്കീർത്തനം എന്നതാണ്. ഇവിടെ എഫ്രൈമിനെയും ശീലോവിനെയും നീക്കിക്കളഞ്ഞ് യഹൂദയെയും സിയോൻ മലയെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. എഫ്രൈം യോസെഫിൻ്റെ 2ാമത്തെ പുത്രനായിരുന്നു. വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ എഫ്രൈം എന്ന പേരിൽ വിളിച്ചിരുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഇവർ ദൈവത്തോട് വിശ്വസ്തരാകാതിരുന്നു. സമാഗമന കൂടാരം സ്ഥാപിച്ച പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു ശീലോവ്. ഇത്തരത്തിൽ ദൈവസാന്നിധ്യം ലഭിച്ച ഇടവും ജനത്തിൻ്റെ പാപവും അനുസരണക്കേട് മൂലം അനുഗ്രഹം നഷ്ടമാക്കി. അത് ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ 60, 67 വാക്യങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ദൈവം എഫ്രൈമിനെ തിരഞ്ഞെടുക്കാതെ യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നു. ഈ ഗോത്രത്തിൽ നിന്നാണ് ദാവീദും യേശുക്രിസ്തുവും വന്നത്. സിയോൻ മല എന്നത് യെരുശലേമിലെ ഒരു കോട്ടയായിരുന്നു. തുടർന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെയും ആരാധനയുടെയും പ്രതീകമായിട്ട് മാറുന്നു. അത് 68-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതങ്ങൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അനുഭവവേദ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തെടുക്കുവാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ദൈവിക ഇടപെടലുകളുടെ ഓർമ്മകൾ നിലനിർത്തുവാനും അത് തലമുറകളിലേക്ക് പകരപ്പെടുവാനും ഞങ്ങളെ ഇടയാക്കണമേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുവാനുള്ള യോഗ്യതയ്ക്ക് കാരണമാക്കി തീർക്കണമെന്ന് മിശിഹാ തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.